എൻ്റെ ജീവിതത്തിന് അർത്ഥം ഉണ്ടായില്ല. അല്ല സിനിമ അതുണ്ടായി നാഷണൽ അവാർഡ് കിട്ടിയതുകൊണ്ട് അർത്ഥങ്ങളുണ്ടാകും, ഒന്നുമില്ല. ഞാൻ എന്ത് ലോകത്തിന് കൊടുത്തു എന്നുള്ള ചോദ്യം എന്നോട് ചോദിക്കുമ്പോഴാണ് ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. എന്താ കൊടുത്തേണ്ടത്? ഈശ്വരാന്ന് നമ്മൾ അറിയാണ്ടൊക്കെ വിളിച്ചു ഇല്ലെന്ന് പറഞ്ഞില്ല. ഇപ്പം എനിക്ക് വിശ്വാസമില്ല. ആ ഒരു സങ്കല്പത്തോട് തന്നെ വിശ്വാസമില്ല. ദൈവത്തിന് വിറ്റ് ജീവിക്കുക അതറിയാം, ഇവർക്കറിയാം, മലയാളികൾക്കറിയാം ഇതും വിൽക്കണം, എന്നിട്ടും അതിന് കൂട്ട് വയ്ക്കണം എന്നുള്ളതാണ്. ഈശ്വരിൽ എന്നെ വിശ്വാസമാണ്, എന്നെ വേറെ വിശ്വാസമാണ് ഈശ്വരന്. ഞാൻ അമ്പലങ്ങളിലൊക്കെ പോയിരുന്നു, ഇപ്പം അമ്പലങ്ങളിൽ പോകാറില്ല. കാരണം എല്ലാ ദൈവത്തിനും പൈസയാണ് വേണ്ടി ഞാൻ നോക്കിയിട്ട്. അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും എല്ലാത്തിനും പൈസ വേണം. പൈസ ഇല്ലാതെ ഒരു കാര്യം നടക്കില്ല. അവർ ചെന്ന് ദൈവത്തിന് ജീവിക്കാൻ മനുഷ്യൻ്റെ കാശ് വേണം. പിന്നെ ഇങ്ങേരുടെ ജോലി എന്താണ്? ആരെ നമ്മളോട് പറയണത് അതാണ് ദൈവം എന്നല്ലേ പറഞ്ഞത്? ദൈവമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, അതിന് പൂജാരി അല്ലെങ്കിൽ പള്ളിയിലച്ചന മൊല്ലാക്ക ഒക്കെ വേണം ദൈവമായിട്ട് സംസാരിക്കാൻ. നമ്മളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്ക് പിന്നെ എന്തിനാണ്? എൻ്റെ ദൈവത്തോട് ഞാൻ നേരിട്ട് സംസാരിച്ചോളാം. പിന്നെ ചെറുപ്പത്തിൽ അടിച്ചേൽപ്പിച്ച കുറച്ച് സംഭവങ്ങളുണ്ട് നമ്മുടെ മനസ്സിൽ. അപ്പോൾ ഈശ്വരാന്ന് നമ്മൾ അറിയാണ്ടൊക്കെ വിളിച്ചു ഇല്ലെന്ന് പറഞ്ഞില്ല. ഇപ്പം എനിക്ക് വിശ്വാസമില്ല. ആ ഒരു സങ്കല്പത്തോട് തന്നെ വിശ്വാസമില്ല. ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെറുപ്പത്തിലേ കുഞ്ഞുനാളിൽ തുടങ്ങി കയറ്റി വിട്ട സംഭവമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഈശ്വരാന്നൊക്കെ ചിലപ്പോൾ വിളിച്ചു പോകും. ഞാൻ ഇല്ലെന്നൊന്നും പറയാനില്ല. പക്ഷേ ഇതെല്ലാം വെറും അർത്ഥശൂന്യം എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. ജീവിതാനുഭവങ്ങളിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ പേര് പറഞ്ഞ ആളുകൾ ജീവിക്കണം, ദൈവത്തിന് വിറ്റ് ജീവിക്കണം അതറിയാം, ഇവർക്കറിയാം, മലയാളികൾക്കറിയാം ഇതും വിൽക്കണം, എന്നിട്ടും അതിന് കൂട്ട് വയ്ക്കണം എന്നുള്ളതാണ്. എല്ലാം തട്ടിപ്പാണ്. നമ്മൾ ഓരോ അടുത്തോട്ട് ചെല്ലുന്തോറും തട്ടിപ്പാണെന്നുള്ള ഇങ്ങനെ മനസ്സിലാവുകയാണ്. ദൈവത്തിനെ കാണാൻ 2 ക്യൂ, VIP ക്യൂ, അല്ലാത്ത ക്യൂ, പാവപ്പെട്ടവനൊരു ക്യൂ. ഏത് ദൈവമാണ് അങ്ങനെയുള്ളത്? ഒരു വഴിപാടുകൾക്ക് എത്ര രൂപയാണ്? ഇതൊക്കെ നടത്തുന്നത് സാധാരണക്കാരാണെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അതിൽ വിശ്വാസമില്ല. ഇപ്പം അറിയാതെയൊക്കെ ചിലപ്പോൾ കൈകൊണ്ട് തൊഴുതു പോയിട്ടുണ്ട്. ഇതൊക്കെയാണല്ലോ അറിഞ്ഞിട്ടും. കാരണം എൻ്റെ ചെറുപ്പത്തിലേ അച്ഛനമ്മമാർ എൻ്റെ കുത്തിവെച്ചെന്ന രക്തമാണ്. അപ്പോൾ ഞാൻ ഏതൊക്കെ പാർട്ടിയിലേക്ക് പോയാലും കോൺഗ്രസ് എന്ന് പറയുമ്പോൾ എനിക്കൊരു ചെറിയ സ്നേഹമുണ്ടോ, കാരണം ചെറുപ്പത്തിലെ കുത്തിവെച്ചതാണ്. അതേപോലെ ദൈവവിശ്വാസം എന്ന് വെച്ചതാണ്. അപ്പോൾ എങ്ങനെ ഞാൻ പോകാറില്ല. ശബരിമലയ്ക്ക് 18 വർഷം പോയിട്ടുണ്ട്. അപ്പോൾ ഏത് പള്ളിയിൽ ഞാൻ പോകാറുണ്ട്, ക്രിസ്ത്യൻ പള്ളിയിൽ പോകാറുണ്ട്. അത് എല്ലായിടത്തും ചെല്ലുമ്പോഴാണ് പൈസയുടെ പരിപാടിയുള്ളൂ. അത് ആ ക്യാരക്ടറിൻ്റെ ഒരു സംഭവമുണ്ട്. ഹജ്ജ് നഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്കതിന് പോകാൻ പറ്റില്ല ഹജ്ജിന്. അപ്പോൾ അങ്ങനെ മുസ്ലിം അല്ലാത്ത ആൾക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിടാം എന്നുള്ള സംഭവത്തിലാണ്. അന്വേഷിച്ച ഒരാളുണ്ടായിരുന്നു, അങ്ങനെ വിട്ടു. ഞാൻ ഹാപ്പി, അങ്ങനെ ഹജ്ജ് ചെയ്തു. ഞാനും സന്തോഷവാനായി. ആ ക്യാരക്ടറിന് ഒരു പരിപൂർണത വന്നു എന്ന്. എനിക്കേതായാലും നാഷണൽ അവാർഡ് നേടുന്ന ഒരു ക്യാരക്ടറാണല്ലോ. അപ്പോൾ അതിനുള്ളൊരു നന്ദി, ആ ക്യാരക്ടറിനോടുള്ള നന്ദി എന്നുള്ള രീതി ചെയ്താണ്. ആ ക്യാരക്ടർ തന്നെ ഹജ്ജ് ചെയ്തതായിട്ട് ഇരിക്കട്ടെ. അതെ, ജീവിതത്തിൻ്റെ അർത്ഥം ഉണ്ടാവട്ടെ ആ ക്യാരക്ടറുണ്ടെങ്കിലും. എൻ്റെ ജീവിതത്തിന് അർത്ഥം ഉണ്ടായില്ല, അത് ആ ക്യാരക്ടറിൻ്റെ ജീവിതത്തിനെങ്കിലും അർത്ഥം ഉണ്ടാവട്ടെ. അർത്ഥം ഉണ്ടാവണമെങ്കിലൊക്കെ ഒരുപാട് സംഭവങ്ങളും ജീവിതത്തിൽ ചെയ്യണമെന്നേ. അല്ല സിനിമ അതുണ്ടായി നാഷണൽ അവാർഡ് കിട്ടിയതുകൊണ്ട് അർത്ഥങ്ങളുണ്ടാകും, ഒന്നുമില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും. ഒരുപാട് കാര്യം ഒരു ഇൻ്റർവ്യൂ പോരാണ്ട് വരും. അത് എൻ്റെ മുഴുവൻ അത് തീരില്ല. ഒരു മനുഷ്യനെ കൊണ്ട് പറ്റില്ല. അത് ഞാൻ എന്ത് ലോകത്തിന് കൊടുത്തു എന്നുള്ള ചോദ്യം എന്നോട് ചോദിക്കുമ്പോഴാണ് ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. എന്താ കൊടുത്തേക്കണത്? എന്താണ് കൊടുത്തന്നെ? ഒരു 5-10 പേർക്ക് എന്തെങ്കിലും ചെയ്തു എന്ന് വെച്ചാൽ ഒന്നുമില്ല. അതൊന്നും അല്ല 10-100 പേർക്ക് ചെയ്തെന്ന് വെച്ചാൽ ഒന്നുമില്ല.
എന്ത് ചെയ്യാം? ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക്. എന്താ ഞാൻ ചെയ്തേക്കുന്നത്? കുറേ സിനിമയിൽ അഭിനയിച്ചു, കുറേ അവാർഡ് വാങ്ങിച്ചു എന്നല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ലതെന്താണ് ചെയ്തേക്കണത്? ഇനി സമയമില്ലെന്ന് തോന്നുന്നു. ഇനി അങ്ങനെ ഒരു സമൂഹത്തെ മാറ്റിമറിക്കാനുള്ള സമയമൊന്നും എനിക്കില്ല ഇനി ആയാലും. ആ 19 പേരുണ്ടായിരുന്നു ഇവിടെ, 19 പേരുണ്ടായിരുന്നു. അതും എന്ത് 50 പേരുണ്ടായിരുന്നു അവർ ഇത് ചെയ്തു. അതെൻ്റെ സഹജീവികളാണ് അവർ. 3 ദിവസം ഉണ്ടായിരുന്നു.